പ്രവർത്തകരോട് ദേഷ്യപ്പെട്ടതിൽ വിശദീകരണവുമായി സുരേഷ് ഗോപി. പൊതുപരിപാടിക്ക് കൃത്യസമയത്ത് എത്തിയിട്ടും സംഘാടകർ സ്ഥലത്തില്ലാത്തതിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച് സംഭവത്തിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പിണറായി വിജയന്റെയോ വി.ഡി. സതീശന്റെയോ സ്വഭാവമല്ല തന്റേതെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം തന്നിലുള്ളത് തികച്ചും വ്യത്യസ്തമായ ദേഷ്യമാണെന്നും കൂട്ടിച്ചേർത്തു. നിശ്ചയിച്ച സമയമായ 7 മണിക്ക് 10 മിനിറ്റ് മുൻപേ 6:50 താൻ പരിപാടി സ്ഥലത്തെത്തിയെന്നും എന്നാൽ ആ സമയം വരെ ആരും അവിടെ എത്തിയിരുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് സ്വാഭാവികമായും ദേഷ്യമുണ്ടാക്കുന്ന കാര്യമാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. കൂടാതെ തനിക്ക് നടുവേദനയുള്ളതിനാൽ കുഷ്യനുള്ള കസേരയ്ക്ക് പകരം പ്ലാസ്റ്റിക് കസേരയാണ് ആവശ്യമെന്നും സംഘാടകർക്ക് കസേര മാറ്റുന്നതിലുണ്ടായ വീഴ്ചയാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്നും MP വിശദീകരിച്ചു. അന്തിക്കാട് CC മുകുന്ദന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CC മുകുന്ദൻ തനിക്ക് വല്യേട്ടനാണ്, ഉൾക്കരുത്തുണ്ട് മുകുന്ദന്, വർത്തമാനത്തിലെ ശക്തിയുമുണ്ട്, മുകുന്ദേട്ടൻ എന്ന് മാത്രമേ വിളിക്കൂവെന്നും MP പറഞ്ഞു. FCRA വിഷയത്തിൽ ക്രിസ്തീയ സഭകൾക്ക് പേടിയില്ലെന്നും സുരേഷ് ഗോപി അവകാശപ്പെട്ടു. കൃത്യമായ കണക്ക് കൊടുത്താൽ FCRA കുഴപ്പമില്ല, ക്രിസ്തീയ സഭകളുടെ സ്ഥാപനങ്ങൾക്ക് ഇത് പ്രശ്നമാകില്ല. ബിഷപ്പുമാർക്ക് ഓഡിയോ സന്ദേശം അയച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. യുവനടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായ വിഷയത്തിൽ പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. താൻ ആരുടെയും കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ, മുകേഷ് എന്നിവരുടെ വിഷയത്തിലും അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും MP പറഞ്ഞു. അതേസമയം FCRA നിയമ ഭേദഗതി ബില്ലിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും പുനഃപരിശോധന വേണമെന്നും കർദിനാൾ ക്ലിമിക് കത്തോലിക്ക ബാവ ആവശ്യപ്പെട്ടിരുന്നു. ഏകാധിപത്യപരമായ അധികാരം നൽകുന്നതാണ് ഈ ബില്ലെന്നും ഈ അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിസ്സാരമായ കുറവുകളുടെ പേരിൽ ലൈസൻസ് റദ്ദാക്കപ്പെടുകയാണ്. പുതിയ ബിൽ കൂടിയാകുമ്പോൾ നിലനിൽപ്പ് ദുഷ്കരമാണ്. യഥാർത്ഥ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സംഘടനകളെ ബാധിക്കുന്നില്ലെന്നാണ് സർക്കാർ പറയുന്നത്. നിർബന്ധിത മതപരിവർത്തനം ചെയ്യുന്നവരെ ലക്ഷ്യമിടുമെന്ന് ആഭ്യന്തര സഹമന്ത്രി തന്നെ പറയും. ക്രൈസ്തവ സ്ഥാപനങ്ങളെ കണ്ടുകെട്ടാനും നിരോധിക്കാനും അധികാരം നൽകുന്ന ബില്ലാണ് ഇത്. നിലവിലെ നിയമങ്ങൾ കർശനമാണ്. അതുപ്രകാരം 10,000-ലധികം NGOകളുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടു. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ സംസ്ഥാനങ്ങളിലെ MP മാർ പാർലമെന്റിൽ ഇല്ല. ഈ സമയത്തെ ബില്ല് അവതരണത്തിൽ ഔചിത്യം ചോദ്യം ചെയ്യപ്പെടുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആശങ്കയുണ്ട്. ബില്ലിൽ പുനരാലോചന വേണം. ന്യൂനപക്ഷ കമ്മീഷനിൽ നിലവിൽ ക്രൈസ്തവ പ്രാതിനിധ്യം ഇല്ല. ന്യൂനപക്ഷ സംരക്ഷണം ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. സ്വാഭാവികമായും ക്രൈസ്തവർക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.